ഓക്കെ 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 ടോണി, ഈവനിങ്ങിൽ ഞങ്ങൾ അങ്ങ് എത്തും. ഓക്കെ. മമ്മി, എനി പ്രോബ്ലം? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഒരു ഒളിച്ചുകളി. ആലീസേ, നല്ലൊരു ദിവസമായിട്ട് പിന്നെയും നീ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? മോള് നീ പറഞ്ഞതെല്ലാം കേട്ട് സമ്മതിച്ചതല്ലേ? മാത്രമല്ല അവരിന്നങ്ങോട്ട് പോവുകയാണല്ലോ.
വിഷ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മക്കളെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിയാന്റെ ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്തോന്ന് ഹാപ്പി, എന്തോന്ന് ആനിവേഴ്സറി. എടാ, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല. ഒരു ദാക്ഷിണ്യോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. മക്കളെ, നിങ്ങൾ വേഗം ഇറങ്ങാൻ നോക്കും. അവളങ്ങനെ പലതും പറയും. ദേ, നിങ്ങൾ ഒറ്റ ഒരുത്തനാ ഇത് ഇത്രയും വഷളാക്കിയത്. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ എപ്പോഴേ ഇതിനൊരു തീരുമാനമായേനെ. 1-2 മാസമല്ല, വർഷം 1 കഴിഞ്ഞു. മമ്മി ഓൾറെഡി ഇന്നലെ തന്നെ റീനയുടെ വീട്ടിലേക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അവരങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഉം. come on. ഡീ, നിന്റെ ചാച്ചനുണ്ടല്ലോ, അങ്ങേര് പറഞ്ഞ വാക്കിന് വല്ല വിലയുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കണം. അല്ലാതെ പുതിയ കഥയും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നോണം. എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? വണ്ടി എടുക്കാൻ നോക്ക്. ഡീ, എവിടേക്കടി ഈ ചാടിത്തുള്ളി കയറി പോന്നെ? പോയ കാര്യം എന്തായി? അത് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയാ മതി. എന്താടി കിടന്ന് കാറുന്നേ? അവരൊന്ന് അകത്തോട്ട് കയറട്ടെ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ കയറി വാ മക്കളെ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? പോയ കാര്യം എന്തായിന്ന്? ഇവരുടെ ഒരു കാര്യം മോനെ, അവര് വല്ലതും പറഞ്ഞോ നിന്നോട്? യാ, വെൽ, അതിപ്പോൾ എന്ത് പറയാൻ? അവിടെ ക്യാഷ് റെഡി ആയിട്ടില്ല. വീണ്ടും അവധി പറഞ്ഞു. ആ, അത് ശരി. മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇവിടുന്ന് പോയതോ? ദാറ്റ്സ് റൈറ്റ്. ബട്ട് ചാച്ചനൊരു ആക്സിഡന്റ്. ഐ മീൻ റീനയുടെ ചാച്ചൻ. നമുക്ക് തരാൻ വെച്ചിരുന്ന ക്യാഷ് ഹോസ്പിറ്റലിൽ ചെലവായി. വളരെ സീരിയസ് ആയിരുന്നു. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. സോ ഇങ്ങോട്ട് ഇറങ്ങി ഓടി. എഴുന്നള്ളി വന്നേക്കുന്ന് 1 കോടി രൂപയും കൊണ്ട്. പെങ്കോന്താ, എന്റെ വാക്കിന് എന്തെങ്കിലും വിലയുണ്ടോടാ? 2-1 തീരുമാനിച്ചിട്ടേ ഇങ്ങോട്ട് വരാവൂന്ന് ഞാൻ പറഞ്ഞല്ലേടാ വിട്ടത്. അവിടെ ചാച്ചന് ആക്സിഡന്റ് പറ്റുപോലും. അത് കേട്ടാലേ അറിയാം ഒച്ച കള്ളമാണെന്ന്. വാക്കിന് വിലയില്ലാത്ത വർഗങ്ങള്. എന്റെ ആലീസേ, നീ ഇത് എന്താടി കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾ മിണ്ടൻ. ഇവര് പറഞ്ഞത് പച്ച കള്ളമല്ലേ? അവിടെ ചാച്ചന് ആക്സിഡന്റ് ഉണ്ടായെങ്കിൽ ഇവിടോട്ട് എന്താ വിളിച്ചു പറയാത്തത്? ഈ കെട്ടുകഥയൊക്കെ ഞാൻ വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? അമ്മ, ഡാൻസിന് പറഞ്ഞ സത്യമാണ്. എൻ്റെ ചാച്ചന് ആക്സിഡന്റ് പറ്റി.
ഇങ്ങോട്ട് വിളിച്ച് പറയാഞ്ഞത് പേടിച്ചിട്ടാ. ക്യാഷിൻ്റെ കാര്യം പറയാനല്ലാതെ ഇങ്ങോട്ട് വരികയോ വിളിക്കുകയോ ചെയ്യരുതെന്ന് അമ്മ പറഞ്ഞില്ലേ? അതുകൊണ്ടാ വിളിക്കാഞ്ഞ്. മോളെ, നീ അങ്ങ് അകത്ത് കയറിപ്പോ. അതും ഇതും പറഞ്ഞ് കലഹം ഉണ്ടാക്കാതെ അകത്ത് കയറിപ്പോ. എടി, എവിടെ കയറി പോവാടി? നിക്കടി എവിടെ? എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണമെന്ന് പറഞ്ഞതല്ലേ ഞാൻ. ചാച്ചാ, ഇങ്ങോട്ട് കയറി വന്നേ. എന്താടി? What happened? Cool. Relax. Okay. മമ്മി, പാർട്ടിക്ക് സമയമായി. ഞങ്ങൾ പോവുക. ഇവിടുന്ന് ഒരു പാർട്ടിക്കും ആരും പോകുന്നില്ല. ഇനി അതിന്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. ബാക്കി എല്ലാം അങ്ങ് തികഞ്ഞു. ലുക്ക് റീന, മമ്മി പറയുന്നതിലും കാര്യമുണ്ട്. നീ എങ്ങനെയെങ്കിലും സിറ്റുവേഷൻ ഒന്ന് ക്ലിയർ ചെയ്യേ. ഞാൻ പോവുക. ഞാൻ ചോദിക്കുന്നത് ആരുടെ ഔദാര്യം ഒന്നുമല്ല. നിന്റെ ചാച്ചൻ തരാമെന്ന് പറഞ്ഞതാ. കുറച്ച് സാവകാശം കൂടെ തരണമെന്നല്ലേ ചാച്ചൻ പറഞ്ഞുള്ളൂ. ചാച്ചന് വയ്യാഞ്ഞിട്ടല്ലേ അമ്മേ? കാര്യമറിയാതെ അമ്മ എന്തെല്ലാം പാപം എൻ്റെ ചാച്ചനെ പറഞ്ഞു. നിന്റെ ചാച്ചനെ പറഞ്ഞ നീ എന്താ എന്നെ മൂക്കെ കയറ്റി കളയോടി? വാക്കിന് വിലയില്ലാത്തൊരു മനുഷ്യൻ. മതി അമ്മേ, എന്തായാലും ഒരു വർഷം കൊണ്ട് ഞാനിത് കേൾക്കുമല്ലേ. നിനക്ക് നാണം ഉണ്ടോടി? എന്റെ മോന്റെ മുറിയിലേക്ക് കയറിപ്പോയി അവന്റെ കൂടെ കിടക്കാൻ എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? ഇനി എന്റെ മോന്റെ കൂടെ സുഖിച്ച് കിടക്കാമെന്ന് നീ വിചാരിക്കണ്ടടി. ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കണം. ഇറങ്ങാനോ? എങ്ങോട്ട്? ഞാനെന്താ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നയാണോ? അന്തസ്സായിട്ട് എന്നെ കെട്ടിച്ചുകൊണ്ട് വന്ന വീടാ ഇത്. നാട്ടുകാരും വീട്ടുകാരും പള്ളിക്കാരും എല്ലാരും അറിഞ്ഞു. ഞാൻ ഇവിടെ തന്നെ നിങ്ങളുടെ മോന്റെ കൂടെ കിടക്കും, ജീവിക്കും. അതാണ് എന്റെ തീരുമാനം. പിന്നെ ക്യാഷിന്റെ കാര്യം അത് സൗകര്യമുള്ളപ്പോൾ തരും. ദിവസം പറയുന്നോടി നീ എന്നോട്. നിന്നെ ഞാൻ നിർത്തിനടി. എന്റെ ദൈവമേ, ഈ വീടിന്റെ ഒരു സ്ഥിതി. മര്യാദയ്ക്ക് രണ്ടുപേരുടെയും പറയുകയാണ്. ഇനി രണ്ടുപേരുടെ ശബ്ദം ഇവിടെ കേൾക്കരുത്. പോയി ചാകടി. എന്തിനാടി ഇങ്ങനെ പട്ടിയെ പോലെ കിടക്കുന്നേ? നാണോ മാനോ ഉള്ളവളാണെങ്കിൽ പോയി തൂങ്ങിച്ചാവടി. ഞാൻ തൂങ്ങിച്ചതാൽ നിങ്ങളുടെ സൂക്കേട് തീരുമോ? എന്നാൽ ഞാനങ്ങ് തൂങ്ങിച്ചാവാൻ പോവുക. ഇനി എന്തെങ്കിലും എന്റെ ചാച്ചന് ആവശ്യമില്ലാതെ പറഞ്ഞാൽ എന്നെ കെട്ടിക്കൊണ്ട് വന്ന ഒരുത്തനുണ്ടല്ലോ ഇവിടെ, അങ്ങേര് ഇങ്ങോട്ട് വന്നോട്ടെ.
ലൈവിൽ ഇപ്പോൾ എന്നെ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ പേര് റീന. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. നിങ്ങളിൽ എല്ലാവരെയും പോലെ ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി 1 വർഷം മുൻപ് എൻ്റെ വിവാഹം കഴിഞ്ഞു. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഏറ്റവും മാന്യമായ നിലയിൽ തന്നെ എൻ്റെ ചാച്ചൻ എന്നെ കെട്ടിച്ചയച്ചു. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി സ്ത്രീധനത്തിൻ്റെ പേരിൽ ഞാനും എൻ്റെ വീട്ടുകാരും വളരെയേറെ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ പേരിൽ എന്നെ മർദ്ദിക്കുക വരെ ചെയ്തു. മറ്റാരുമല്ല, എൻ്റെ അമ്മായിയമ്മ തന്നെ. ഞാനിപ്പോൾ ആത്മഹത്യയുടെ വക്കീലാണ്. ഞാനിങ്ങനൊരു തീരുമാനമെടുക്കുന്നത് ഇനിയും എൻ്റെ പേരിൽ മാതാപിതാക്കൾ വേദനിക്കോ പ്രയാസം അനുഭവിക്കോ ചെയ്യാനിടയാകരുത്. ഞാനില്ലാതെയായാൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ അവർ വേട്ടയാടപ്പെടുകയില്ല. എൻ്റെ ഈ അവസ്ഥ ഇവിടെ ഒരു പെൺകുട്ടിക്കും ഉണ്ടാകരുത്. പെൺകുട്ടികളുള്ള എല്ലാ അച്ഛനമ്മമാരോടും ഞാൻ നിങ്ങളോട് താണപേക്ഷിക്കുന്നു. അവരെ ഇനിയെങ്കിലും ഒരു കച്ചവട വസ്തുവാക്കരുത്. അവർക്കും ഒരു മനസ്സും ജീവിതവും ആഗ്രഹമുള്ളവരാണ്. പ്ലീസ് അവരെ ജീവിക്കാൻ അനുവദിക്കണം. ആഗ്രഹങ്ങൾ കൊണ്ട് പറന്നുയരാൻ അനുവദിക്കണം. ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ ഒരു അറവുമാടിനെ വാങ്ങിയ ലാഘവത്തോടെ കൂട്ടിക്കൊണ്ടുവരുന്നവരാണ് ഭർത്താവിൻ്റെ വീട്ടുകാർ. നിറയെ പ്രതീക്ഷകളുമായി ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ടു നിൽക്കുന്ന ഒരു മനസ്സുണ്ടവൾക്ക്. പ്രതികരിക്കണം. ഇനിയും ഒരു പെൺകുട്ടിയും വിൽപ്പന ചരക്കാകരുത്. ആർക്കും ഒരു ഭാരമാകാതെ ഞാൻ പോവുകയാണ്. എങ്ങോട്ടാണെന്നറിയില്ല. ഞാൻ പോവുകയാണ്. ഇനിയൊരു പക്ഷേ Oh my God. ഹലോ, ഞാൻ എൻ്റെ മകളുടെ വിവാഹകാര്യം പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ അവളെ ഉടനെ വിവാഹം കഴിപ്പിക്കുന്നില്ല. അവൾ പഠിക്കട്ടെ. മാത്രമല്ല, എനിക്കെൻ്റെ മകളെ കൊലയ്ക്ക് കൊടുക്കുവാൻ താല്പര്യവുമില്ല. എൻ്റെ മക്കളാണ് എൻ്റെ സമ്പത്ത്. ഓക്കെ, ഞാൻ പിന്നീട് വിളിക്കാം. ഓക്കെ, ശരി. ഓക്കെ. റീന, റീന, ചാച്ച ഒന്ന് വേഗം വന്നേ.
റീന, റീന, നമ്മുടെ റീന? റീനാമോളല്ലേ? എടാ അവൾക്കെന്ത് പറ്റി? അവളെന്താ കഥക തുറക്കാത്തെ? മോനെ, റീന, മോനെ റീന. കെട്ടിയോനെ കണ്ടിട്ട് അവൾ ഏതാണ്ട് ചെയ്യാനിരിക്കുക. നീ എന്തിനാ റീന, കിടന്ന് അലറി റീന. വിളിക്കുന്നേ? അവള് കിടന്ന് ഉറക്കമായിരിക്കും. റീന, 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 എന്തൊരു ഉറക്കമായത്. എഴുന്നേക്ക് മോളെ. എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. റീന, റീന, മോളെ കണ്ണു തുറക്ക്. എന്റെ ചാച്ചനാടി പറയുന്നേ. കണ്ണു തുറക്ക് മോളെ, കണ്ണു തുറക്ക് മോളെ. റീന, ചതിച്ചല്ലോ എന്റെ ദൈവമേ. നീ എന്തായി കാണിച്ച്? റീന, കണ്ണു തുറക്ക് മോളെ. റീന, റീന, നീ ഇത്ര സീരിയസ് ആയിരുന്നോ റീന? എന്നോട് ഈ ചതി ചെയ്തല്ലോ റീന. മോളെ റീന, എഴുന്നേക്ക് മോളെ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ എങ്ങോട്ടാടി പോയേ? റീന, എന്നെ കൂടി കൊണ്ടുപോ റീന. ചാച്ച, അവള് പറഞ്ഞ പോലെ അവള് ചെയ്തു. എന്റെ റീന പോയി. നിങ്ങൾ ഒറ്റ വരുത്തിയാ എന്റെ റീനയെ കൊന്നത്. ചാച്ചൻ ഇപ്പൊ ഈ അടിച്ച അടിയുണ്ടല്ലോ, അല്പ കൂടെ നേരത്തെ അടിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്റെ റീനയെ നഷ്ടപ്പെടില്ലായിരുന്നു. ഇനി എന്തിനാ? തീർന്നില്ലേ എന്റെ ജീവിതം? മതിയായില്ലോടി നിനക്ക്? തീർന്നല്ലോ നിന്റെ കണക്ക് പറച്ചില്ലേ? എന്റെ മോന്റെ ജീവിതം നീ തുലച്ചില്ലേടി?
മോളെ റീന, കണ്ണു തുറക്ക് റീന. മോളെ റീന. ഈ കഥയും ഇതിലെ പ്രമേയവും നമ്മോട് ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. 1000 സ്വപ്നങ്ങളും ഒരുപിടി ആഗ്രഹങ്ങളുമായി നമ്മുടെ പെൺമക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ജനിച്ച് വളർന്ന വീടിനേക്കാൾ, വളർത്തിയ മാതാപിതാക്കളെക്കാൾ ഒരായുസ് മുഴുവൻ കൊതിയോടെ ജീവിച്ചു തീർക്കാൻ അവരുടെ മനസ്സ് തങ്ങളുടെ പ്രിയതമന്റെ കൂടെ ദൈവദാനങ്ങളായ അവരുടെ പൊന്നോമനകളുമായി ജീവിക്കാൻ തുടങ്ങുന്ന നാളിൽ, അല്ലെങ്കിൽ വലതു കരം പിടിച്ച് ഭർത്തൃവീട്ടിലേക്ക് പ്രവേശിക്കുന്ന ആ നാൾ മുതൽ തുടങ്ങും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനം. ചില വീടുകൾ ഒഴികെ ജാതിയും മതവും ആത്മീയതയും ഒന്നും ഇവിടെ ഇതിൻ്റെ മുമ്പിൽ ശബ്ദമെടുക്കുകയില്ല. തീർത്തും പ്രതികരണശേഷി നഷ്ടപ്പെട്ട അവസ്ഥ. മിക്ക വീടുകളിലും ജീവിതത്തിൻ്റെ പാതി വഴിക്ക് വെച്ച് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുകയാണ്, ഒടുവിൽ ആത്മഹത്യയിലൂടെ, മറ്റു മാർഗമൊന്നുമില്ലാതെ. ചിലർ പ്രതികരിക്കുന്നു, സത്യം. അധികാരവർഗം അതിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നു എന്നത് ഈ സമയത്ത് ഓർക്കുകയാണ്. പക്ഷെ ഇന്നും പരിഹാരം അകലെയാണ്. ഭൂമിയിൽ ആർക്കും വേണ്ട വിധത്തിൽ സ്ത്രീധന ആത്മഹത്യ എന്ന വിപത്തിനെ തടയുവാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ഒന്നിൻ്റെയും അവസാനവുമല്ല. എന്നാൽ മാനവകുലത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വിപത്തുകൾക്കും പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരു നാമമുണ്ട്. അതെ, ആ നാമമാണ് ലോകരക്ഷിതാവായ യേശു ക്രിസ്തു എന്ന നാമം.